പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, 6ാം ക്ലാസ്സിലെ ദൂത് കി തര എന്ന പാഠത്തിലെ ആദ്യത്തെ 2 പ്രവർത്തനങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. തുടർന്നുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത്. सरगर्मी ये है, नीचे चंद जानवर और परिंदों के नाम दिए गए हैं. आप हर एक जानवर और परिंदे की मुनासिब जोड़ के नाम चुनकर लिखिए. ഇവിടെ ഈ സർക്കിളിൽ എന്തുണ്ട്? ജാൻവറിൻ്റെയും പരിന്തയുടെയും പേരുകളുണ്ട്. അവയിൽ മുസക്കർ ഹെ और മുഅന്നസ് ഹെ. മുസക്കറുമുണ്ട്, മുഅന്നസുമുണ്ട്. ഈ മുസക്കറും മുഅന്നസും നോക്കിയിട്ട് ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതാനുള്ള പ്രവർത്തനമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു ബന്ദർ എന്നുണ്ടെങ്കിൽ ആ ബന്ദറിൻ്റെ മുഅന്നസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ബന്ദർ എന്ന് എഴുതുന്നു, ഇവിടെ അതിൻ്റെ മുഅന്നസായ ബന്ദരിയ എന്നെഴുതുന്നു. ഈ രീതിയിൽ എഴുതാനുള്ള പ്രവർത്തനമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് മുസക്കർ എങ്ങനെ തിരിച്ചറിയാം, മുഅന്നസ് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ്. മുസക്കർ തിരിച്ചറിയണമെങ്കിൽ സാധാരണഗതിയിൽ അലിഫ് അവസാനം വരുന്ന അക്ഷരങ്ങൾ എന്തായിരിക്കും? മുസക്കറായിരിക്കും അല്ലേ? സാധാരണ ലഡ്ക എന്നൊക്കെ പറയുമ്പോൾ ലഡ്ക, അതിലെ അവസാനം അലിഫാണ്. ആ ലഡ്ക എന്നതിൻ്റെ മുഅന്നസ് എന്താ? ലഡ്കി എന്നാണ്. അവസാനത്തെ അക്ഷരം യാ ആണ്. അപ്പോൾ യാ പൊതുവെ അവസാനം വരുന്ന അക്ഷരം, യാ അവസാനത്തിൽ വരുന്ന അക്ഷരം മുഅന്നസ് ആയിരിക്കും എന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ മുസക്കറും മുഅന്നസും അങ്ങനെ മനസ്സിലാക്കാം. ഇനി അലിഫ് അല്ലാത്ത പിന്നെ യാ എന്നതിനോട് കൂടെ തന്നെ ഇവിടെ അലിഫ് മുസക്കറാണെങ്കിലും അവസാനം യാ വന്നാൽ, യാ വരുമ്പോൾ അവസാനത്തെ അക്ഷരം എന്താണ്? അലിഫാണ്. പക്ഷെ അവിടെ യാ എന്ന അവസാനം വരികയാണെങ്കിൽ അത് മുഅന്നസ് ആയിരിക്കും. യാ എന്ന അവസാനം വരികയാണെങ്കിൽ അവസാനം യാ വന്നാൽ മുഅന്നസ് ആയിരിക്കും. ഇനി അലിഫ് അല്ലാത്ത മറ്റു അക്ഷരങ്ങളൊക്കെ വരികയാണെങ്കിൽ ഭൂരിഭാഗം മറ്റു അക്ഷരങ്ങൾ അറയാവട്ടെ, അതുപോലെ തന്നെ ലാമാവട്ടെ, ഇതൊക്കെ എന്തായിരിക്കും? ഇങ്ങനെയുള്ള മറ്റു അക്ഷരങ്ങൾ ഭൂരിഭാഗവും എന്തു തന്നെയാണ് വരിക? മുസക്കറാണ് വരിക. ഈ രീതിയിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ആദ്യം ഇവിടെ എന്ത് ചെയ്യാം? എന്തൊക്കെയാണ് ഉള്ളത് എന്ന് എഴുതി അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ എന്ത് ചെയ്യാം? ഓക്കെ, നമുക്കിവിടെ നോക്കാം. ഒന്നാമത് ബന്ദർ എന്നതാണ്. ബന്ദർ എന്നത് മുസക്കറാണ്. അപ്പോൾ അതിൻ്റെ മുഅന്നസാണ് നമ്മൾ എഴുതേണ്ടത്. ബന്ദർ എന്നതിൻ്റെ മുഅന്നസ്. ബന്ദർ എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പദം ഇവിടെയുണ്ട് അല്ലേ? എന്താണ്? ഇതാ, എന്താണിത്? ബന്ദരിയ അല്ലേ? ബന്ദരിയ. അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ, ബന്ദർ എന്നതിൻ്റേത് ബന്ദരിയ എന്ന് നമുക്ക് കിട്ടി അല്ലേ? ബന്ദർ എന്നതിൻ്റേത് ബന്ദരിയ എന്ന രൂപത്തിൽ നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ബന്ദറും ബന്ദരിയും ഇവിടെ ഒന്നായി നമുക്ക് കൂട്ടാം. ഓക്കെ, ഇനി നമ്മൾ എഴുതുന്നത് തൊട്ടടുത്ത പദം ഏതാണ്? അപ്പോൾ ബന്ദർ നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത് ഇവിടെ ഊണ്ട് എന്നാണ് അല്ലേ? ഊണ്ട് എന്ന് പറഞ്ഞാൽ ഒട്ടകമാണ് അല്ലേ? ഊണ്ടും എന്ത് തന്നെയാണ്? മുസക്കറാണ്. അപ്പോൾ ഊണ്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ ഏതാണുള്ളത് നോക്കുക. ഇവിടെ കണ്ടോ? ഇതെന്താ? ഊണ്ടിനി എന്നാണ്. അലിഫ് വേനെ ടേ ഊണ്ടിനി അല്ലേ? ഊണ്ടിനി എന്ന് പറഞ്ഞാൽ ഒട്ടകാണ്. ഊണ്ട് എന്ന് പറഞ്ഞാലും ഊണ്ടിനി എന്ന് പറഞ്ഞാലും ഒന്ന് ആണൊട്ടകാണ്, മറ്റൊന്ന് പെണ്ണൊട്ടകാണ്. അപ്പോൾ ഇതും നമുക്ക് ലഭ്യമായി അല്ലേ? അപ്പോൾ ഈ ലഭ്യമായതിനെ നമ്മൾ തൽക്കാലം ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു. ഊണ്ടിനിയായി. ഓക്കെ, ഇനി നെക്സ്റ്റ്. അപ്പോൾ 2 നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ? 2 നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ക്രോസ് ചെയ്യാണ്. ഊണ്ടിനി ഒഴിവാക്കി, ബന്ദരിയ എന്നുള്ള ഒഴിവാക്കി. ഇത്ര നമ്മൾ വെട്ടിക്കഴിഞ്ഞ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ആരാണ്? തൊട്ടടുത്ത് വരുന്നത് ഷേർനി എന്നുള്ളതാണ് അല്ലേ? ഷേർനി എന്നുള്ളത് എന്താണ്? ഷേർനി എന്നത്
അവസാനം വരുന്നത് നീ എന്നായതുകൊണ്ട് അവസാനം എന്താണ് നീ എന്നാണ് അല്ലേ. നീ വരുന്ന സമയത്ത് എന്താണ് അത് മുഅന്നസ് ആയിരിക്കും. അപ്പോൾ ആ ഷേർനി എന്നതിൻ്റെ ഷേർനി എന്നുള്ളത് മുഅന്നസ് ആയാൽ അപ്പോൾ അതിൻ്റെ മുസക്കർ ഷേർ എന്നതാണ് അല്ലേ. ഇതാ ഷേർ, ഷേർ എന്നത് മുസക്കറാണ്. അപ്പോൾ ഷേർ എന്നത് നമുക്ക് എഴുതാം ഷേർ. അപ്പോൾ ഷേറുമായി ഷേറായി ഷേർനിയായി ഷേറായി ഷേർനിയായി. ഓക്കെ. ഓക്കെ ഓക്കെ നെക്സ്റ്റ്. ഇനി ഷേർനി ആയതുകൊണ്ട് ഇനി നമുക്ക് അടുത്ത പദം നോക്കാം. ഇവിടെ ഏതാ ഗായ് എന്നതാണ്. ഏതാണ് ഗായ് എന്നതാണ്. ഗായ് എന്ന് പറഞ്ഞാൽ എന്താ? ഗായ് എന്നതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം, പശു. പശു ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. ഗായ് എന്നതിൽ അവസാനത്തെ അക്ഷരം ഏതാ? അവസാനത്തെ അക്ഷരം എ ആണ്. എ ആവുമ്പോൾ എന്തായിരിക്കും? ഇത് മുഅന്നസ് ആയിരിക്കും അല്ലേ. പശു നമുക്ക് ദൂത് ദേത്തി ഹെ അല്ലേ, ദൂത് നൽകുന്ന പശു എന്താണ്? മുഅന്നസ് ആണെന്നറിയാം. അപ്പോൾ ഗായ് എന്നത് എവിടെ വരേണ്ടത്? ഇവിടെയാണ് വരേണ്ടത് ഗായ്. അപ്പോൾ ഗായ് എന്നതിൻ്റെ മുസക്കർ നമുക്കിതിൽ ഒറ്റ നോട്ടത്തിൽ തിരഞ്ഞാൽ കിട്ടൂല. കാരണം ഗായ് എന്നതിൻ്റെ മുസക്കർ ഇതാണ്. എന്താണ്? ബൈൽ എന്നതാണ്. ബൈൽ എന്നതാണ് ഗായിൻ്റെ മുസക്കർ. മുസക്കർ ബൈൽ, മുഅന്നസ് ഗായ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഏതാ? ബക്കരി. ബക്കരി എന്നത് എന്താണ്? ബക്കരി ഉണ്ട്. ബക്കരിയുടെ കൂടെ ആരാളുള്ളത് നോക്കൂ? ബക്കര അല്ലേ, ബക്കര. അപ്പോൾ അതിലേതായിരിക്കും മുസക്കർ? ഏതായിരിക്കും? ഏതാണ്? ബക്കര എന്നതാണ് മുസക്കർ. ബക്കരി എന്നത് മുഅന്നസുമാണ്. ബക്കരി എന്നത് മുഅന്നസുമാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഉള്ളത് എന്താണ്? ബില്ലിയാണ് അല്ലേ. ബില്ലി. ബില്ലി ഉണ്ട്. എന്തുണ്ട്? ബില്ല എന്നുണ്ട്. ബില്ല എന്നുണ്ട്, ബില്ലി എന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അവസാനം അലിഫും ഇതിൻ്റെ അവസാനം യാവും ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ്? ബില്ല എന്നുള്ളത് എന്തായിരിക്കും? ആണായിരിക്കും. ബില്ലി എന്നത് പെണ്ണുമായിരിക്കും. ബില്ല, ബില്ലി. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുത്ത എന്നുള്ളതാണ്. കുത്ത എന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് കുത്തിയ എന്നാണ്. ഇവിടെ രണ്ടിൻ്റെയും അവസാനം വരുന്നത് അലിഫാണ്. കുത്ത എന്നതിൽ അവസാനം അലിഫാണ്, കുത്തിയ എന്നുള്ളതിൽ അവസാനം അലിഫാണ്. പക്ഷേ രണ്ടാമത്തത് ഇതിൽ വരുന്നത് യാ എന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അവസാനം യാ വന്നാൽ എന്തായിരിക്കും? മുഅന്നസ് ആയിരിക്കും. അവസാനം യാ വന്നാൽ എന്തായിരിക്കും? മുഅന്നസ് ആയിരിക്കും. അപ്പോൾ കുത്തിയ എന്നത് മുഅന്നസും കുത്ത എന്നത് മുസക്കറും. റെഡിയല്ലേ? കുത്ത, കുത്തിയ. ഇനി നമുക്ക് തൊട്ടടുത്തുള്ളത് മോർ എന്നതാണ്. മോർ എന്നതിന് അതിൻ്റെ മോറിൻ്റെ മുമ്പൊക്കെ ഇവിടെ ഓക്കെ മുറുകയുണ്ട് അല്ലേ. അവിടെ മുറുകയുണ്ട്, മുറുകയുമുണ്ട്. അതിൽ ഡൗട്ടില്ല. എന്താണ്? മുറുക എന്നത് ആണും മുറുകി എന്നത് പെണ്ണുമാണ്. അപ്പോൾ മുറുക മുറുകിയിട്ട് കഴിഞ്ഞ്. ഇനി നമുക്ക് മോർനി ഉണ്ട്, മോറുണ്ട്. മോർനി ഉണ്ട്. അപ്പോൾ അതിൻ്റെ അവസാനം എന്താണ്? നീ എന്നാണ്. അതുകൊണ്ട് തന്നെ മോർനി എന്നത് എന്തായിരിക്കും? മോർനി എന്നുള്ള അവസാനം യാ ആയതാണ്. അപ്പോൾ അതുകൊണ്ട് മോർനി മുഅന്നസ് അല്ലേ. മോറോ? മോർ മുസക്കർ. ഇനി അടുത്തത് ബൈൻസ്, ബൈൻസ. ബൈൻസ്, ബൈൻസ. ഇത് ബൈൻസ് എന്നത് മുസക്കറും ബൈൻസ എന്നത് മുഅന്നസുമാകുന്നു. ബൈൻസ പറഞ്ഞാൽ പോത്ത്, ബൈൻസ എന്ന് പറഞ്ഞാൽ എരുമ എന്നതാണ് അർത്ഥം. പോത്ത്, എരുമ. ഇനി ബാക്കിയുള്ളത് ആകെ ഒന്ന് മാത്രമാണ്, ഹാത്തിയും ഹത്തനിയും.
ഹാത്തിയും ഹത്തനിയും. ഇവിടെ രണ്ടും എന്താണ്? യാ ആണ്. ഹാത്തി എന്നതിൽ യാ ആണ്, അതേപോലെ ഹത്തനി എന്നതിലും യാ ആണ്. അവിടെ യാ എന്നതും നീ എന്നതും മുഅന്നസിൻ്റെ അടയാളമാണെങ്കിലും ഇതിൽ ഹാത്തി എന്നത് മുസക്കറും ഹത്തനി എന്നത് മുഅന്നസുമാണ്. ഹത്തനി എന്നത് മുഅന്നസുമാകുന്നു. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമ്മൾ ഇത്രയുമാണ് ഇതിലെ പ്രവർത്തനങ്ങളായിട്ട് ഉള്ളത്. അടുത്ത പ്രവർത്തനം नीचे दिए गए खानों से अल्फाज चुनकर जुमले बने. താഴെ 3 കളികൾ കോളങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. इसमें क्या है? अल्फाज है. ये अल्फाज की मदद से जुमले बनाइए എന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, इसमें कौन कौन മുസക്കർ ഹേ, കോൻ കോൻ മുഅന്നസ് ഹേ. ഇതിൽ ഏതൊക്കെയാണ് മുസക്കർ എന്ന് മനസ്സിലാക്കണം, ഏതൊക്കെയാണ് മുഅന്നസ് എന്നറിയണം. ഇതറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ സെന്റൻസ് പൂർത്തീകരിക്കുകയാണ് വേണ്ടത്. വളരെ പെട്ടെന്ന് ഞാനിത് പറയാണ്. മുർഗി എന്നത് മുഅന്നസാണ്. ഗായ് എന്നതും മുഅന്നസാണ്. ഇത് രണ്ടും മുഅന്നസ് ആയതുകൊണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് നാം എഴുതുന്ന സെന്റൻസുകൾ അവസാനിപ്പിക്കേണ്ടത് മുഅന്നസ് ആയിട്ടാണ് അവസാനിപ്പിക്കേണ്ടത്. പറഞ്ഞു മനസ്സിലായല്ലോ? മുർഗി കൊണ്ട് തുടങ്ങുന്ന, അതല്ലെങ്കിൽ ഗായെ കൊണ്ട് തുടങ്ങുന്ന ഒരു സെന്റൻസിനെ നാം അവസാനിപ്പിക്കേണ്ടത് ഏത് വെച്ചിട്ടാണ്? ഇവിടെ ഈ തേർഡ് പാർട്ടിൽ ഖാത്തി ഹേ പീത്തി ഹേ എന്ന മുഅന്നസ് കൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടത്. മുർഗി ഗായ വരികയാണെങ്കിൽ അവസാനം ഒന്നുകിൽ ഖാത്തി ഹേ അല്ലെങ്കിൽ പീത്തി ഹേ. ഇനി ഇത് അതിന് പകരം വരുന്നത് ബച്ചയാണെങ്കിൽ, അതുപോലെ ബക്കരയാണെങ്കിൽ ഇത് രണ്ടും എന്താണ്? മുസക്കറായി ഗണിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് മുസക്കർ ആണെങ്കിൽ അവസാനിപ്പിക്കേണ്ടത് ഖാത്താ ഹേ പീത്താ ഹേ എന്ന് വെച്ചിട്ടാണ്. റെഡിയല്ലേ? ഇനിയോ, ഇനി ഇവിടെ മറ്റൊരു കാര്യം. അപ്പൊ ഇത് രണ്ടും മുഅന്നസ്, ഇത് രണ്ടും മുഅന്നസ്. ഇത് ആദ്യം വരികയാണെങ്കിൽ ഒന്നുകിൽ കാത്തി ഹേ പീത്തി ഹേ, ഇതാദ്യം വരികയാണെങ്കിൽ ഒന്നുകിൽ കാത്തി ഹേ പീത്തി ഹേ. ഇനി ബച്ച ബക്കര ഇതിലേതെങ്കിലും ആണ് ആദ്യം തുടങ്ങുന്നതെങ്കിൽ ബച്ചയാണെങ്കിൽ, അല്ലെങ്കിൽ ബക്കരയാണെങ്കിൽ കാത്താ ഹേ പീത്താ ഹേ. ഇനി എപ്പോഴാണ് കാത്ത എന്ന് എഴുതേണ്ടത്? ഇനി കാത്ത എന്ന് എഴുതേണ്ടത് എപ്പോഴാണ്? പീത്ത എന്ന് കാത്തി എന്ന് എഴുതേണ്ടത് എപ്പോഴാണ്? ഖാത്ത എന്ന് എഴുതേണ്ടത് എപ്പോഴാണ്? ഖാത്തി എന്ന് എഴുതേണ്ടത് എപ്പോഴാണ്? ഇത് രണ്ടുമാണ്. മച്ചലി എന്നത് ഖാത്താഹേ ആണ്, ചാവൽ ഖാത്താഹേ ആണ്. കീടെ മക്കൂടെ എന്നതും ഖാത്താഹേ ആണ്, ഘാസ് ഖാത്താഹേ എന്നാണ്. എന്നാൽ അതേ സമയം പീത്താഹേ എന്നും പീത്തി ഹേ എന്നും പറയേണ്ടത് പാനിക്കാണ്. പാനിയാണെങ്കിൽ പീത്തി ഹേ അല്ലെങ്കിൽ പീത്താഹേ അല്ലെങ്കിൽ പീത്തി ഹേ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ദേഖിയേ, മുർഗി എന്താണ്? മുർഗി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? മുഅന്നസാണ്. മുർഗി മുഅന്നസ് ആയതുകൊണ്ട് നമ്മൾ അവസാനം പറഞ്ഞു ഒന്നുകിൽ കാത്തിഹ അല്ലെങ്കിൽ പീത്തിഹ. ദേഖിയേ, ഇവിടെ കാത്തിഹ എന്നതാണ്. ഇനി കാത്തി എന്നുള്ളതിന് നമ്മൾ ഇട്ടത് ഈ നീലയാണ്. ഈ നീല ഇതിലേതും ആവാം അല്ലെ? കീടെ മക്കൂടെ. അപ്പൊ ഇതുപോലെ നമുക്കൊന്ന് മറ്റൊന്ന് എഴുതി നോക്കാം. ഓക്കെ, മുർഗിക്ക് പകരം നമ്മൾ എഴുതുന്നത് ഇനി ബക്കര എന്നതാണ്. ബക്കര എന്നെഴുതി. ഇനി നമ്മൾ ബക്കരക്ക് പകരം നമ്മൾ എഴുതുന്നത് ഘാസ് ആണ്. ബക്കര എന്ത് ചെയ്യുന്നു? ഘാസും കഴിഞ്ഞു. ഇനി നമ്മൾ എഴുതുന്നത് ഘാസ് ആയതുകൊണ്ട്, ഘാസിന്റെ അവിടെ നീലയാണ്,
അപ്പൊ നീലുള്ളത് കാത്താന്നുമാണ് കാത്തിന്നുമാണ്. പക്ഷെ ഇവിടെ എന്താണ് ബക്കര ഏതിലാണുള്ളത്? മുസക്കർ ആയതുകൊണ്ട് ബക്കര ഏതിലാണുള്ളത്? പച്ചയിലാണുള്ളത്, മുസക്കറിലാണുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് കാത്ത എന്നതാണ് അല്ലെ, കാത്ത. അപ്പൊ കാത്ത എന്നാണ് എഴുതേണ്ടത്. ബക്കര ഘാസ് ഖാത്താ ഹെ, ബക്കര ഘാസ് ഖാത്താ ഹെ. ഇനി ഈ വരി നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് പെട്ടെന്ന് നോക്കാം. ബക്കര എന്നുള്ളത് ഇവിടെ മുസക്കർ ആയതുകൊണ്ട്, ബക്കര എന്നത് മുസക്കർ ആയതുകൊണ്ട് അവസാനം ഇവിടെ കാത്താഹെ. കാത്താഹെ എന്നുള്ളത് ഇവിടെ നീലയാണ്, നീലയിലുള്ളത് ഏതു ആവാ, ഇവിടെ നമ്മൾ എഴുതിയത് ഗാസ്, ബക്കര ഗാസ്. ഓക്കെ. ഇനി ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ബച്ച ഗാസ് കാത്താഹെ എന്ന് എഴുതരുത് കേട്ടോ. ബച്ച ഗാസ് കാത്താഹെ അതിന്റെ സെന്റൻസ് ഓർഡർ ശരിയാണെങ്കിലും കുട്ടി തിന്നുന്നത് പുല്ലായതുകൊണ്ട് കുട്ടിയെ കൊണ്ട് ആരും പുല്ല് തീറ്റിക്കരുത് അല്ലെ. കീടെ മക്കൂടെ കാത്താഹെ എന്ന് എഴുതരുത്, ബച്ച കീടെ മക്കൂടെ കാത്താഹെ എന്ന് എഴുതരുത് അല്ലെ. കുട്ടി കീടങ്ങളെ, ചെറുപ്രാണികളെ തിന്നുന്നു, അത് വേണ്ട. അപ്പൊ കീടെ മക്കൂടെ വേണ്ട, ഗാസ് വേണ്ട. ഇനി ചാവലും മച്ചലിയൊക്കെ ആവാം. ഓക്കെ. അപ്പൊ ഈ രീതിയിലാണ് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ മുസക്കർ മുഅന്നസ്, ഈ ഫസ്റ്റ് പാർട്ടില് മുസക്കർ മുഅന്നസ് ഏതൊക്കെയാണെന്ന് നോക്കുക. അതിനനുസരിച്ച് അതിന്റെ സെന്റൻസ് ഇവിടെ ക്ലോസ് ചെയ്യുക. തേർഡ് പാർട്ടിലുള്ള പദങ്ങൾ വെച്ച് ക്ലോസ് ചെയ്യുക. ഇതിൽ നിന്ന് തിന്നാനുള്ളതാണെങ്കിൽ ഇതിൽ തിരഞ്ഞെടുക്കുക, കുടിക്കാനുള്ളതാണെങ്കിൽ പാനീയം തിരഞ്ഞെടുക്കുക. ഈ രീതിയിൽ ഒരുപാട് സെന്റൻസുകൾ ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാൻ സാധിക്കും. നന്നായി എഴുതുക. ഓക്കെ. മറ്റു പ്രവർത്തനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ശുക്രിയ.